സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ പങ്കുവെക്കാനായിട്ട് വന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പറ്റി വീണ്ടും പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എത്ര പറഞ്ഞാലും നമുക്ക് ആർക്കും മതി വരാത്ത, അല്ലെ എത്ര പറഞ്ഞ് കേട്ടാലും നമുക്ക് ആർക്കും മതി വരാത്ത ഒരു മനുഷ്യനെ പറ്റിയാണ്, ഒരു ജിന്നിനെ പറ്റിയാണ്, ഒരു ഇതിഹാസത്തിനെ പറ്റിയാണ്, ഒരു ഭ്രാന്തനെ പറ്റിയാണ്. അതെ, ആ മമ്മൂക്കയെ പറ്റി തന്നെയാണ് പറയാൻ വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം മമ്മൂക്ക എറണാകുളത്തുള്ള ഒരു ക്ഷേത്രത്തിൽ, മമ്മൂക്കയുടെ ഈ അസുഖബാധിതനായിരുന്നത് മമ്മൂക്ക ഒരു 8 മാസത്തോളം നീണ്ട വിശ്രമവേളയിൽ കേരളത്തിന് പുറത്തായിരുന്നു. ചികിത്സയ്ക്ക് ശേഷം സിനിമയിലേക്ക് വീണ്ടും സജീവമായിട്ട് വന്ന മമ്മൂക്ക പിന്നീട് നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ, കളങ്കാവലടക്കം ചാത്താപ്പച്ച എന്ന് പറയുന്ന സിനിമയിൽ ക്യാമിയോ റോളിൽ വരുന്നു. ഇപ്പോൾ പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു റിലീസിൻ്റെ ഏകദേശമൊക്കെ തീയതികൾ അടുത്ത് വരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും മമ്മൂക്ക വീണ്ടും നല്ല രീതിയിൽ തിരിച്ച് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ എല്ലാ എനർജിയും തിരികെ വീണ്ടെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു പൊതുവേദിയിൽ, അതായത് ഈ പറയുന്ന ഓസ്കാർ ചടങ്ങുകളിലൊക്കെ മമ്മൂക്ക പങ്കെടുത്തു, പത്മഭൂഷൺ അവാർഡ് കിട്ടി. ഈ അവാർഡ് വേദികളിൽ നിന്നൊക്കെ മാറി ഒരു ക്ഷേത്രത്തിലേക്ക് മമ്മൂക്കയെ വിളിച്ചപ്പോൾ മമ്മൂക്ക അവിടേക്ക് പോയിട്ട് അവിടെ ഈ ചടങ്ങുകൾ, അതായത് അന്നദാന ചടങ്ങുകളും അവിടുത്തെ എല്ലാ കാര്യങ്ങളും, എറണാകുളത്തപ്പൻ്റെ അന്നദാന ചടങ്ങുകളാണ് ഉദ്ഘാടനം ചെയ്തത് മമ്മൂക്ക. എറണാകുളത്തപ്പൻ എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിന്റെ വിശ്വാസമുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് മമ്മൂക്ക ചെന്നിരിക്കുന്നത്. മമ്മൂക്കയെ മുഖ്യ അതിഥിയായിട്ട് വിളിച്ച ആ ക്ഷേത്രത്തിലെ ഒരു കൂട്ടം നല്ല മനുഷ്യരെയാണ് ഞാൻ കാണുന്നത്. അതായത് ജാതി മതം എന്നീ പറയുന്ന വേർതിരിവുകളെ ഒന്നും മുന്നിൽ കാണാതെ, മതത്തിന്റെ ഒരു അതിർവരമ്പുകളും മനസ്സിലില്ലാത്ത ഒരു കൂട്ടം നല്ല മനുഷ്യർ, അവരാണ് മമ്മൂക്കയെ ആ ക്ഷേത്രത്തിലേക്ക് വിളിച്ച ഭാരവാഹികളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മമ്മൂക്ക തന്നെ ഓൾറെഡി ഒരു പ്രസംഗ വേദിയിൽ മമ്മൂക്ക തന്നെ പറയുകയുണ്ടായി. അതായത് ഈ മതേതരത്വം അല്ലെങ്കിൽ മതം, എന്തിനാണ് ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അതിർവരമ്പ്? മനുഷ്യനായിട്ട് തന്നെ ജീവിച്ചാൽ പോരെ? മനുഷ്യത്വമാണല്ലോ ഏറ്റവും വലിയ ജാതി, ഏറ്റവും വലിയ മതം. വെള്ളപ്പൊക്കത്തിനോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കോ ഒന്നും ജാതിയില്ല, മതമില്ല. പിന്നെ എന്തിനാണ് നമുക്ക് ഈ ജാതിയും മതവും? ആ അതിർവരമ്പുകൾ എന്നേ നമ്മൾ വലിച്ചു കീറി കളയേണ്ട സമയം അതിക്രമിച്ചതാണ്. എന്തിനാണ് ഈ ജാതിയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മമ്മൂക്ക ചോദിച്ചത്. അപ്പം അങ്ങനെ മമ്മൂക്ക ആ ചോദ്യം ചോദിച്ച ആ ഒരു വേദിയിൽ എല്ലാവരും നിറ കയ്യടികളായിരുന്നു, അല്ലെ നിറ കണ്ണുകളോടുകൂടി പലരും ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ നാട്ടിൽ ജാതീയത, വർഗീയത, മതവിദ്വേഷം, വർണ്ണവിവേചനം ഇതെല്ലാം നല്ല രീതിയിൽ എന്താ പറയുക വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റിയൊരു വളക്കൂറുള്ളൊരു നാടായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം കഴിയുന്തോറും അങ്ങനെ ആവുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഒരുപക്ഷെ എന്നല്ല, ശരിക്കും ഏറ്റവും കൂടുതൽ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട, അവഗണിക്കപ്പെട്ട ഒരു നടൻ തന്നെ, അല്ല ഒരു മനുഷ്യൻ തന്നെയാണ് മമ്മൂക്ക. അദ്ദേഹം ഒരു മുസൽമാൻ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ അവഗണിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരുപാട് ബഹുമതികൾ, പരമോന്നത ബഹുമതികൾ അടക്കം എല്ലാ ബഹുമതികളും നിഷേധിക്കപ്പെട്ടതും കഴിഞ്ഞ 98 വർഷത്തിൽ, അല്ലെ 1998 ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം പിന്നീട് 2026 ആകുമ്പോഴാണ് രാജ്യം ആദരിക്കുന്ന ഒരു മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടുന്നത്. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മതത്തിനോട് ഒരുപാട് വിരോധമുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള സംഘികൾ. അതിലെന്തെങ്കിലും സംശയം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അതായത് ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തണമെന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സംഘടനയാണ് സംഘപരിവാർ അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ BJP എന്ന് പറയുന്നത്. താമര വളരാൻ ചേറ് വേണം. അതിനായിട്ട് കേരളത്തിനെ ഒരു ചേറൊക്കെ ഇട്ടുകൊണ്ട് വലിയ രീതിയിൽ ഒരു വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സംഘികൾ മമ്മൂക്കയെ അവഗണിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ കേരളത്തിലുള്ള 3.5 കോടി, അല്ല ഇന്ത്യയിലുള്ള 3.5 കോടി ജനങ്ങളെയും അവരുടെ മനസ്സിലുള്ള മമ്മൂക്കയെ ആർക്കും മാറ്റാൻ സാധിക്കത്തില്ല. മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് കൊടുത്തു അല്ലെങ്കിൽ കൊടുത്തില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം. എന്നാൽ ജനമനസ്സുകളിൽ എന്നും അയാളുടെ സ്ഥാനം എല്ലാവരെക്കാളും മുകളിലാണ്. ഇനി ഏത് നടന്മാർ വന്നാലും, ഇനി മമ്മൂക്ക അല്ലാതെ മോഹൻലാൽ വന്നാലോ, ഇനി അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും മുന്തിയ നടന്മാരുണ്ടെങ്കിലോ, അത് അന്യഭാഷയിലുള്ള ആര് വന്നാലും മമ്മൂക്കയ്ക്ക് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന സ്ഥാനം അതെന്നും എല്ലാവരെക്കാളുമൊക്കെ മുകളിലായിരിക്കും. ദൈവത്തിനേക്കാൾ മുകളിലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം കണ്ടു. ഞാൻ ആ സൈഡിൽ ആഡ് ചെയ്യാം. ആലുവ പാലത്തിന് സമീപം ഇന്ന് കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കലയുടെയും കരുതലിന്റെയും മലയാള പെരുമ, രാജഗിരി ആശുപത്രിയുമായി ചേർന്ന് നടത്തുന്ന ആരോഗ്യ പദ്ധതികൾ, ആശ്വാസം, പൂർവികം, ഹൃദ്യം, വാത്സല്യം, ഫാമിലി കണക്ട്, പത്മഭൂഷൺ മമ്മൂട്ടി, കെയർ ആൻഡ് ഷെയർ. ഇതാണ് ആ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഈ ഒരു പദ്ധതികൾ. അതായത് രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് മമ്മൂക്ക ചേർന്ന് നടത്തുന്ന പദ്ധതികൾ. ഇതെന്ത് പദ്ധതികളാണ്?
നിർധനരായിട്ടുള്ള കുടുംബങ്ങൾക്ക് അവരുടെ മറ്റുള്ള ഉപജീവനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ആശുപത്രി, കൂടുതലും ആശുപത്രി കേസുകളാണ് കേട്ടോ, എല്ലാ കാര്യങ്ങൾക്കും മമ്മൂക്ക സഹായിക്കാറുണ്ട്. ഇത് അവരുടെ ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പദ്ധതികളാണ്. ആ ആശുപത്രിയിൽ വന്നിട്ട് പോയ ഒരു കുഞ്ഞിൻ്റെ ഒരു കഥ കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതായിരിക്കാം. ഞാൻ ആ വാർത്ത വേണമെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആ കുഞ്ഞിന് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുഞ്ഞിന്ന് ജീവിച്ചിരിക്കുന്നത് മമ്മൂക്ക ഉള്ളത് കൊണ്ടാണെന്നാണ് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ പറയുന്നത്. അപ്പോൾ ആ വാർത്ത ഞാൻ എന്തായാലും നിങ്ങളൊന്ന് കാണിച്ചു തന്നിട്ട് ബാക്കി വീഡിയോയിലേക്ക് എന്തായാലും പോവാം. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ചപ്പോൾ ഏറ്റവും സന്തോഷിച്ചവരിൽ ഒരാളാണ് ചാലക്കുടി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ റിയോ. ആലുവ രാജഗിരി ആശുപത്രിയിലെ പീഡിയാട്രിക് വാർഡിൽ മധുര വിതരണം നടന്നു. മമ്മൂട്ടിയുടെ വാത്സല്യം പദ്ധതിയിലൂടെ പുതുജീവിതം കിട്ടിയ അനേകം കുട്ടികളിൽ ഏറ്റവും ഒടുവിലത്തെയാളാണ് റിയോയുടെ മകൾ റാഹേൽ. മകളുടെ ശസ്ത്രക്രിയയ്ക്കായി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോഴാണ് വാത്സല്യം പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞത്. ഉടൻ തന്നെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടു. കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ വഴി വിവരമറിഞ്ഞ മമ്മൂട്ടി കുഞ്ഞിനെ അടിയന്തരമായി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശസ്ത്രക്രിയ നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. കുഞ്ഞിന് പുതുജീവൻ നൽകിയ മനുഷ്യന് ദൈവം നൽകിയ പുരസ്കാരമാണിതെന്ന് റിയോ പറഞ്ഞു. കെയർ ആൻഡ് ഷെയറിൻ്റെ ഒരു സഹായത്തോടെയാണ് ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് മമ്മൂട്ടി സാർക്ക്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാത്സല്യം പദ്ധതി കൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് അപേക്ഷ വയ്ക്കുകയും എത്രയും വേഗം തന്നെ അവരത് നമ്മുടെ കുട്ടിക്ക് വേണ്ടി ചെയ്തു. ആളുടെ ഒരു പ്രത്യേകമായൊരു ഇടപെടൽ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കുട്ടിയുടെ സർജറി കഴിഞ്ഞ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഞങ്ങളെ സഹായിച്ചത് രാജഗിരിയും പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കണ്ടില്ലേ, രാജഗിരി ആശുപത്രിയുമായിട്ട് ചേർന്ന് മമ്മൂക്കയുടെ ഫൗണ്ടേഷൻ നടത്തിയ ഒരു നല്ലൊരു പ്രവൃത്തി കാരണം ആ കുഞ്ഞിന്ന് പുതുജീവനിലേക്ക് തിരികെ വരികയാണ്, അല്ലെ പുതിയ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആ മമ്മൂക്കയെ പറ്റി ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല പ്രവൃത്തികൾ, അദ്ദേഹത്തിന്റെ പുണ്യ പ്രവൃത്തി കൊണ്ട് എത്രയെത്ര പുതിയ ജീവിതങ്ങളാണ് നമ്മുടെ ഈ ഭൂമിയിൽ വീണ്ടും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല മനുഷ്യനെ പറ്റിയാണ് പലരും മോശം പറയുന്നത്. എന്ത് മോശം പറഞ്ഞാലും മമ്മൂക്കയുടെ ജാതിയും മതവും ഒന്നും നോക്കാതെ മമ്മൂക്കയുടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ ഒരിക്കലും മമ്മൂക്കയെ ആർക്കും ഒറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല. ഒരിക്കലും ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കത്തുമില്ല എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. അപ്പോൾ എന്തായാലും മമ്മൂക്ക ആ ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ അനൗൺസ്മെൻറ്റും മമ്മൂക്ക അവിടെ വന്നിട്ട് അന്നദാന ചടങ്ങിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളുമൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. മമ്മൂക്ക വരുമ്പോൾ അവിടുത്തെ അവതാരകൻ, ആ വേദിയിലിരിക്കുന്ന ആങ്കർ എന്തൊക്കെയാണ് വിളിച്ച് പറയാൻ നിങ്ങളൊന്ന് കേട്ട് നോക്കിയോ. എറണാകുളത്തപ്പന്റെ മണ്ണിലേക്ക് പത്മഭൂഷൺ നേടി ആദ്യ ചടങ്ങിന് വേണ്ടി എറണാകുളത്തപ്പന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട മഹാ അന്നദാനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ മലയാളത്തിന്റെയും ലോകത്തിന്റെയും മഹാനടൻ പത്മഭൂഷൺ വാങ്ങിയതിനു ശേഷം ആദ്യമായി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ആദ്യത്തെ ചടങ്ങാണ് അദ്ദേഹത്തിന് ഈ മഹാ അന്നദാനം ഉദ്ഘാടനം ചെയ്യുവാനായി നമുക്ക് കിട്ടിയ സൗഭാഗ്യമാണ്. മഹാനടന്റെ ഈ മഹാനടൻ ആദ്യമായി പത്മഭൂഷൺ നേടിയതിനു ശേഷം ആദ്യമായി മഹാനദാനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി കടന്നു വരികയാണ്. കണ്ടില്ലേ, അദ്ദേഹം വിളിച്ച് പറയുന്ന മഹാനടൻ എന്ന് ഒരുപാട് തവണ വിളിച്ച് പറയാം. എന്താണ് പറയേണ്ടതെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ആ കാര്യം ചെയ്യുന്നത്. അപ്പം അങ്ങനെ മമ്മൂക്ക അവിടേക്ക് എൻട്രി ആവുന്നു. ആ പത്മഭൂഷൺ അവാർഡ് കിട്ടിയതിൻ്റെ അടുത്ത ദിവസം തന്നെയാണ് മമ്മൂക്ക എറണാകുളത്ത്, ഈ പറയുന്ന എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നത്. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മമ്മൂട്ടി ഒരു മുസൽമാനാണോ എന്ന് നോക്കിയിട്ടല്ല അവർ വിളിച്ചത്. മമ്മൂട്ടി എന്ന് പറയുന്ന, അല്ല മമ്മൂക്ക എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യനെ കണ്ടിട്ടാണ് അവർ വിളിച്ചത്. അങ്ങനെ മമ്മൂക്ക അവിടെ എത്തുന്നു, അന്നദാന ചടങ്ങുകളിൽ ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു വീഡിയോ ഇവിടെ കണ്ടു നോക്കുക. കണ്ടില്ലേ, ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും മമ്മൂക്ക ആ ഒരു ആഹാരം വിളമ്പി കൊടുക്കുന്നത് വളരെ ആചാര മര്യാദയോടു കൂടിയാണ്, ഒരുപാട് ബഹുമാനത്തോടു കൂടി, ഒരുപാട് സ്നേഹത്തോടു കൂടി, ഒരുപാട് ആദരവോടു കൂടിയാണ് ഒരു ആഹാരം വിളമ്പി കൊടുക്കുന്നത്. അതും മറ്റൊരു അന്യമതസ്ഥനായിട്ട് പോലും. അങ്ങനെ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളായിട്ട് പോലും ഈ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മമ്മൂക്ക മലയാളികളോടും മലയാള സംസ്കാരത്തിനോടും എത്രമാത്രം നീതി പുലർത്തുന്ന ഒരു മനുഷ്യനാണെന്നും നിലപാടുകളിൽ എത്രത്തോളം ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്നും നമുക്കറിയാം. മമ്മൂക്ക പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, വർണ്ണം വേണ്ട, ഒന്നും വേണ്ട, മനുഷ്യനായിരുന്നാൽ മതി. അതറിയാവുന്ന മമ്മൂക്കയെ
ഈ വിളിച്ച ആളുകൾക്ക് ഒരു ബിഗ് സല്യൂട്ട്, അവിടേക്ക് പോയ മമ്മൂക്കയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഒരുപാട് സ്നേഹം മമ്മൂക്ക. നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകളും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്ക് ഇതൊന്നും ഇവിടെ ആവശ്യമില്ല, മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതിയെന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ ഒരു നല്ല മനുഷ്യൻ വരുമ്പോൾ അതങ്ങനെ ചിന്തിക്കുന്ന ആളുകളൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങും. കാരണം അത്രയ്ക്ക് വലിയൊരു പവറുണ്ട് നിങ്ങളിൽ, അത്രയ്ക്ക് വലിയൊരു ഇതിഹാസമാണ് നിങ്ങൾ. അതിനേക്കാൾ അപ്പുറം നിങ്ങളൊരു ദൈവ തുല്യനാണ്. ഒരുപാട് ആളുകൾക്ക് ഒരു പുതിയ ജീവൻ നൽകിയൊരു മനുഷ്യനാണ് നിങ്ങൾ. അപ്പോൾ ദൈവമായിട്ട് തന്നെ നിങ്ങളെ കാണാൻ സാധിക്കുള്ളൂ. ഒരു നടൻ എന്നതിനേക്കാൾ അപ്പുറം, ഒരു സാധാരണ മനുഷ്യൻ എന്നതിനേക്കാൾ അപ്പുറം ഒരുപാട് ഉയരെയാണ് മമ്മൂക്ക നിങ്ങൾ. ഒരുപാട് ഉയരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒപ്പം നമുക്ക് ദൈവത്തിനെ കാണാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. നമ്മുടെ നല്ല കാര്യങ്ങൾ വരുമ്പോൾ, നല്ല സമയങ്ങൾ വരുമ്പോൾ ദൈവം കൂടെയുണ്ട്. മോശമാണെങ്കിൽ ദൈവം കൂടെ ഇല്ല എന്ന് നമ്മൾ പറയുക. എന്നാൽ മമ്മൂക്ക ഇവിടെ ജീവിക്കുന്ന അത്രയും കാലം ഭൂമിയിൽ നമ്മൾ ദൈവത്തിനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതല്ല എന്ന് പറയാനായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താരെ കമൻറ്റ് ഇടാൻ വരുന്നവർ ഏതെങ്കിലും ഏട്ടൻ ഭക്തൻസോ അല്ലെങ്കിൽ സംഘീപുത്രന്മാരൊക്കെ ആയിരിക്കും. എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, പട്ടി വരച്ചിട്ട് പോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്നൊരു ഇതിഹാസം മാത്രമല്ല, മമ്മൂക്ക എന്ന് പറയുന്നൊരു ദൈവതുല്യനായൊരു മനുഷ്യനാണ്, ഒരു യുഗപുരുഷനാണെന്നൊക്കെ നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇനിയും ഒരുപാട് യുഗം, എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീണ്ടും പറയാണ്, ഒരുപാട് യുഗം, ഒരുപാട് കാലം, ഒരുപാട് കാലങ്ങൾ താണ്ടി ഇനിയും മമ്മൂക്ക പോകട്ടെ. അത് കാണാനുള്ള ഭാഗ്യം നമുക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഒരുപാട് സ്നേഹത്തോടു കൂടി മമ്മൂക്ക എന്നുമെന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.